ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥകളെ പറ്റി ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സ്റ്റാൻലി ഔതുകുടിച്ചായൻ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്. അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന് വേലക്കാരോട് പറഞ്ഞത് ഔതുകുടിച്ചായൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ വേറെ കഥകൾ ഉണ്ടാക്കി പറയുന്നു സ്റ്റാൻലിയും പറയുന്നുണ്ട്. ഇനി ഇത് ആരോടും പറയരുതെന്നും താൻ വന്നത് ഒതുക്കി തീർക്കാമെന്നും ഔതുകുടിച്ചായൻ പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല, അവൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവാൻ തയ്യാറായി നിൽക്കുകയാണെന്ന്. മാത്രമല്ല അവൾക്ക് തന്നെയും ഈ വീടും പരിസരവും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും സ്റ്റാൻലി പറയുന്നുണ്ട്. ഇനിയെല്ലാം താൻ വന്നിട്ട് നോക്കിക്കോളാന്ന് പറഞ്ഞ് ഔതുകുടിച്ചായൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൂർ വീടാണ്. വൈജയന്തി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇത് കണ്ട് കൃഷ്ണമോള് വന്ന് ബബിതയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് തോന്നുന്നു. എന്താ കാര്യമെന്ന് നീ പോയി ചോദിക്കുന്ന പറഞ്ഞ് കൃഷ്ണമോളെ പറഞ്ഞയക്കുന്നുണ്ട് ബബിത. അങ്ങനെ കൃഷ്ണമോള് വന്ന് വൈജയന്തിയോട് കാര്യം തിരക്കുന്നുണ്ട്. അലീനയ്ക്ക് കൊടുത്ത സ്വർണത്തിന്റെയും മണത്തിന്റെയും കണക്ക് ചോദിക്കാൻ വേണ്ടിയാ താൻ നിൽക്കുന്നതെന്ന് വൈജയന്തി അവരോട് പറയുന്നുണ്ട്. അമ്മ അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പാടാണെന്ന് കൃഷ്ണയ്ക്കും ബബിതയ്ക്കും മനസ്സിലായി. ഇതിന്റെ പേരിൽ കൃഷ്ണയും വൈജയന്തിയും തമ്മിൽ തർക്കിക്കുന്നുണ്ട്. അതിനിടയിൽ ബാലചന്ദ്രൻ സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രനെ കണ്ടതും അലീനയ്ക്ക് ഇതെല്ലാം കൊടുത്തതിനുള്ള കാരണം എന്താണെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അത് പറയാൻ സൗകര്യമില്ലെന്ന തരത്തിൽ ബാലചന്ദ്രനും ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കൊടുത്തതെല്ലാം കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. വൈജയന്തിയോട് അധികം തർക്കിക്കാൻ നിൽക്കാതെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീനയാണ് കേട്ടോ. അലീന തന്റെ റൂമിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അവിടേക്ക് സ്റ്റാൻലി വരുന്നുണ്ട്. കയ്യിൽ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ഉണ്ട്. ന്യൂസ് പേപ്പർ എടുത്ത് അലീനയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് വായിക്കണമെന്ന് പറയുന്നുണ്ട്. തനിക്ക് മലയാളം പേപ്പർ വായിച്ച ശീലമൊന്നും ഇംഗ്ലീഷ് പേപ്പർ അത്ര വശമില്ലെന്നും അലീന പറയുന്നുണ്ട്. അത് സാരമില്ല, കുറച്ച് ദിവസം വായിച്ച് വായിച്ച് അത് ശീലമായിക്കോളുന്നു സ്റ്റാൻലിയും പറയുന്നുണ്ട്. അത് അലീന സമ്മതിക്കുന്നുമുണ്ട്. മാത്രമല്ല തന്റെ പപ്പയെന്ന് വിളിക്കാത്തതിലുള്ള പരിഭവം സ്റ്റാൻലി പറയുന്നുണ്ട്. ബാലചന്ദ്രനെ അച്ഛനെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ച് തന്നെ മോളെന്നും വിളിക്കുന്നുണ്ടെന്നും അലീന പറയുന്നുണ്ട്. നമുക്കിടയിൽ കുറച്ചും കൂടി ഇന്റിമസി വരാനുണ്ടല്ലേ എന്ന് സ്റ്റാൻലി അലീനോട് ചോദിക്കുന്നുണ്ട്. ഏത് തരം ഭക്ഷണം വേണമെങ്കിലും പൗലോസിനോട് പറഞ്ഞാൽ ഉണ്ടാക്കി തരുമെന്ന് സ്റ്റാൻലി അവളോട് പറയുന്നുണ്ട്. മാത്രമല്ല നമുക്ക് നാളെ എസ്റ്റേറ്റ് കാണാൻ പോവാമെന്നും സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന അതിന് സമ്മതം മൂളുന്നുണ്ട്. അപ്പോഴേക്കും ഔതുകുടിച്ചായൻ കുളത്തൂർ പുഴയിലേക്ക് എത്തുന്നുണ്ട്. ആൻഡപ്പനും ബൈജും സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും ഔതുകുടിച്ചായൻ അലീനയെ പറ്റി തിരക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ആൻഡപ്പൻ മറുപടി പറയുന്നുണ്ട്. അവളെ ഞാൻ ഇന്ന് തന്നെ പറപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് ഔതുകുടിച്ചായൻ വീടിനകത്തോട്ട് കയറി പോകുന്നത്. നേരെ ചെല്ലുന്നത് സ്റ്റാൻലിയുടെ മുറിയിലേക്കാണ്. സ്റ്റാൻലി ആണെങ്കിൽ മദ്യപാനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കുപ്പികളെല്ലാം തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. താൻ അപ്പച്ചനെ കാത്തിരിക്കുകയെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. മാത്രമല്ല ഒരു ഗ്ലാസ് എടുത്ത് അത് ഔതുകുടിച്ചായന് നേരെ നീട്ടുന്നുണ്ട്. ഔതുകുടിച്ചായൻ ആദ്യം വിസമ്മതം കാണിക്കെങ്കിലും പിന്നീട് അത് വാങ്ങി കുടിക്കുന്നുണ്ട്. ശേഷം അലീനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നുണ്ട്. അത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊന്നും ഈ മുറിയിലോട്ട് വരത്തില്ല. മദ്യപാനവും പുകവലിയും നടക്കുന്നിടത്ത് അവൾ കാലെടുത്ത് കുത്തത്തില്ലെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അത്രയ്ക്ക് അഹങ്കാരിയാണോ അവളെന്ന് ഔതുകുടിച്ചായൻ ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി അവൾ ഒരു